നനച്ചിരിക്കാതെയാണ് അത് സംഭവിച്ചത്. ഡിസംബർ 29 രാത്രി 8:30 മണിയോടെ തിരുവനന്തപുരം നഗരവും പ്രാന്തപ്രദേശങ്ങളും ഇരുട്ടിലായി. വിതരണ ശൃംഖലയിലെ തകരാറാണെങ്കിൽ ഏതെങ്കിലും 1-2 സ്ഥലത്ത് മാത്രമാവും ഇരുട്ട് വീഴുക. അല്പനേരം കൊണ്ട് അത് പരിഹരിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ പ്രശ്നം അല്പം ഗുരുതരമായിരുന്നു. തലസ്ഥാന നഗരത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന പരുത്തിപ്പാറ 110-220 kV സബ്സ്റ്റേഷനിലെ കറണ്ട് ട്രാൻസ്ഫോർമർ കത്തിപ്പോയതുകൊണ്ടാണ് വൈദ്യുതി വിതരണം നിലച്ചത്. ഉയർന്ന ശേഷിയോടെ എത്തുന്ന വൈദ്യുതിയെ അളക്കാനും പ്രസാരണ സംരക്ഷണത്തിനും സഹായിക്കുന്നതാണ് കറണ്ട് ട്രാൻസ്ഫോർമർ. പരുത്തിപ്പാറ സബ്സ്റ്റേഷനിലെ ഈ ട്രാൻസ്ഫോർമർ കത്തിയതോടെ നഗരം ഇരുട്ടിലായി. സംഭവം നടക്കുമ്പോൾ അടുത്താരുമില്ലാതിരുന്നതിനാൽ ആർക്കും ജീവഹാനിയോ പരുക്കോ ഉണ്ടായില്ല. കത്തിയ ട്രാൻസ്ഫോർമറിലെ തീ അണയ്ക്കാൻ അഗ്നിശമന സേന നന്നായി പണിപ്പെട്ടു. തീ കെടുത്തിയതോടെ പണികൾ തീരുകയല്ല, തുടങ്ങുകയാണ് ചെയ്തത്. പ്രസാരണത്തിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പാഞ്ഞെത്തി. പോത്തങ്കോട് പരുത്തിപ്പാറ ഫീഡറിലെ ഒരു സിറ്റിയാണ് ഫ്ലാഷ് ചെയ്യാനുണ്ടായത്. അപ്പോൾ നമ്മുടെ സിറ്റിയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഈ പരുത്തിപ്പാറ സബ്സ്റ്റേഷനിൽ നിന്നാണ് ഫീഡ് ചെയ്യുന്നത്. ഇത് ഫ്ലാഷ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഫയർഫോഴ്സിനെ അറിയിച്ചു. അവർ 2 വണ്ടിയിൽ വന്ന് അവർ ഫോം അടിച്ച ഉടനെ തന്നെ തീ അണച്ച് നമുക്ക് പരുത്തിപ്പാറ സബ്സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം പോത്തങ്കോട് കൂടാതെ എടമണിൽ നിന്നുകൂടി നമ്മൾ സപ്ലൈ അവൈൽ ചെയ്യുന്നുണ്ട്. എടമൺ സപ്ലൈ പക്ഷേ നമ്മൾ വളരെ കുറച്ചൊരു 100 ആംപിയർ വരെ എടുത്തിരുന്നുള്ളൂ. അത് അവൈൽ ചെയ്ത് സ്റ്റേഷൻ ഓക്സിലറി എടുത്തതിന് ശേഷം ആദ്യം നമ്മൾ മെഡിക്കൽ കോളേജ് സബ്സ്റ്റേഷനിലോട്ടുള്ള സപ്ലൈ കൊടുക്കുകയാണ്. അതൊരു 9 മണിയോടുകൂടി മെഡിക്കൽ കോളേജ് സബ്സ്റ്റേഷനിലെ സപ്ലൈ റീസ്റ്റോർ ചെയ്യാനായിട്ട് സാധിച്ചു. ഈ ട്രാൻസ്ഫോർമറിലേക്കുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിച്ച് അതിനെ ഐസൊലേറ്റ് ചെയ്യുകയായിരുന്നു ആദ്യം ചെയ്തത്. പിന്നീട് ദ്രുതഗതിയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർക്ക് പുറമെ മറ്റുള്ളവരും ഓടിയെത്തി. പൊട്ടിയ കറണ്ട് ട്രാൻസ്ഫോർമറിൻ്റെ ചീളുകൾ മറ്റുള്ളവയെയും നേരിയ തോതിൽ കേടുപാടുകൾ വരുത്തിയിരുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ ജോലികൾ നിർവഹിച്ച് അധികം വൈകാതെ നഗരത്തിലെ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു. പിറ്റേന്ന് പുലർച്ചെ തന്നെ അറ്റകുറ്റപ്പണി പുനഃസ്ഥാപിക്കുകയും പൊട്ടിയ കറണ്ട് ട്രാൻസ്ഫോർമറിൻ്റെ സ്ഥാനത്ത് പുതിയത് ഘടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 2 ദിവസം പകലും രാത്രിയും നീണ്ട അധ്വാനത്തിനൊടുവിൽ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു.